ഓക്കെ, തുടരും സിനിമേൻ്റെ റിവ്യൂ. സിനിമ ഇപ്പോൾ കുറേ ഓൺലൈനിൽ റിവ്യൂ ഉണ്ടല്ലോ, അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് കണ്ടത് അത് ഈ ഷോർട്ടാക്കി അവസാനിപ്പിക്കുക. സിനിമയെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി എനിക്ക് തോന്നിയത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കമേഴ്ഷ്യൽ സ്റ്റോറി ആയിട്ട് തോന്നി. ഇപ്പോൾ ദൃശ്യം പോലത്തെ ഭയങ്കരമായ ട്വിസ്റ്റ് ഒന്നും ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയ ഒരു സിനിമയല്ല. നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സംഭവമുണ്ട്. പക്ഷെ അതെനിക്ക് ആദ്യം ഞാൻ ഇപ്പോൾ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ അത് ഗസ് ചെയ്ത ഒരു സംഭവം ഉണ്ട് ഈ സിനിമയിൽ കണ്ട് മനസ്സിലാക്കുക. അത് എനിക്ക് കുറച്ച് ഗസ്സബിൾ ആയിരുന്നു. അതുകൊണ്ട് മേ ബി അത് വാവ് എന്നുള്ള തോന്നൽ വരാണ്ടിരിക്കാം. പക്ഷേ സിനിമയുടെ മേക്കിംഗ് വൈസ് സ്ക്രീൻ പ്ലേ വൈസും സിനിമ കിഡിലാണ്. അതും പെർഫോമൻസ് വൈസ് നിറഞ്ഞു നിൽക്കുകയാണ് സിനിമ. വില്ലനായി ചെയ്തൊരു പുള്ളിയുണ്ട്, പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ അങ്ങ് തീ സാധനം. ലാലേട്ടൻ പിന്നെ ആസ് ഓൾവേസ്. പക്ഷേ കുറേ ദിവസമായി ഒരു നല്ല മോഹൻലാൽ പെർഫോമൻസ് കണ്ടിട്ട് ആസ് എ പേഴ്സണൽ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ വലിയ ലാലേട്ടൻ ഫാനൊന്നുമല്ല. വല്ലപ്പോഴും സിനിമ കാണും, ആ ഒരു രീതിയിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി കോമഡി ചെയ്യുന്നിടത്ത് നമുക്ക് ആ ഒരു ഹാപ്പിനെസ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ കുറേ സീക്വൻസ് എന്താ പറയുക, നമ്മൾ ചില റീലൊക്കെ കാണുമ്പോൾ മുഖത്തെപ്പോഴും ഒരു ചിരി ഉണ്ടാവും. ആ റീല് തുടങ്ങി അവസാനിക്കുന്ന ഒരു ചിരി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേ ഫീലിലാണ് സിനിമ ത്രൂ ഔട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മീൻസ് ഫസ്റ്റ് ഹാഫ് പിന്നെ അതിങ്ങനെ ചിരി മായും സീരിയസ് ആവും, സീരിയസ് ആയി സെൻറ്റിമെൻ്റൽ ട്രാക്ക് അങ്ങനെ മാറി മാറി ഇമോഷൻസ് നന്നായ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ട് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നു. നല്ല രീതിയിൽ ഫാമിലി ഓഡിയൻസിനൊക്കെ കിഡിലായിട്ട് വർക്കാവും. വീട്ടിൽ എന്നോട് ചോദിച്ചാൽ ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കുക സിനിമയ്ക്ക്. ഒറ്റക്കൊന്നും പോയി ഫ്രണ്ട്സ് സെറ്റപ്പിലൊന്നും കാണരുത്. ഫാമിലി ആയിട്ട് ഒരു 10-12 ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒരുമിച്ച് പോയിരുന്നതാണ്. അപ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നോട് ചോദിച്ചാൽ എനിക്ക് എമ്പുരാനേക്കാളും ഭയങ്കര എന്താ പറയുക ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ള സിനിമയായിരുന്നു തുടരും. എമ്പുരാൻ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല, പക്ഷെ തുടരും എന്താണെന്നറിയില്ല. വന്ന ഫസ്റ്റ് തൊട്ടേ എനിക്ക് ഭയങ്കര ഇത് എൻ്റെ പൈസ അല്ല ശരിക്കും പറഞ്ഞാൽ. ഈ മാസം കുറേ സിനിമ കണ്ടിട്ട് ഫണ്ടൊക്കെ കുറഞ്ഞിരിക്കുക. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് പോയി കണ്ട് തുടരും അവസാനം. ആൻഡ് ദ മൂവി വാസ് ഫോർ ദാറ്റ്. കിട്ടിലും പടം ഞാൻ പറഞ്ഞല്ലേ, ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കുക, കാണുക. നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യില്ല. ഒരു കിടിലം പടം, എല്ലാവരും പോയി കാണുക. പെർഫോമൻസ് വൈസ് കിട്ടിലാണ്. പിന്നെ വർക്ക് ടീം ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും പിന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു കിടിലം പടം. ഒരു മോഹൻലാൽ ഷോ കാണണമെങ്കിൽ പോവുക. ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓവർ ആക്ടില്ല, അങ്ങനെയല്ല, പെർഫെക്റ്റ് ആക്ടിങ് എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. മീൻസ് ആ സ്റ്റോറി ഓക്കെ, നല്ലൊരു സ്ക്രീൻ പ്ലേ എല്ലാം കൊണ്ട് സെറ്റ്. ഒരു നല്ല സിനിമ, ഒരു കമേഴ്ഷ്യൽ കിടിലം പടം കാണണമെങ്കിൽ ഒരു ഫാമിലി ജോണ് നമ്മളെ ഫാമിലിയൊക്കെ ആയിട്ട്. ഞാൻ കുറേ ദിവസം ഈ ഒരു ഓട് നമ്മളെ ചാനൽ യൂസ് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ഒരു 10 ടിക്കറ്റ് 12 ടിക്കറ്റൊക്കെ ഒരുമിച്ചെടുത്ത് പോയി കാണാൻ പറ്റിയ ഒരു കിടിലം പടം. അപ്പോൾ മിസ് ചെയ്യാതെ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. കാരണം ചില സീക്വൻസ് ഒക്കെ തിയേറ്ററിൽ നിന്ന് കിഡിലായിട്ട് വർക്കും. ഒരു സെക്കൻഡ് ഹാഫിൽ ആക്ഷൻ സീക്വൻസ് ഉണ്ട്, അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മസ്റ്റായിട്ട്. അപ്പോൾ കണ്ടവർ നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അഭിപ്രായം പറയുക. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. കമൻസിൽ എന്തേ പറയേണ്ടത് അതും പറയാം. താങ്ക് യു.